നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരിക്കും. ഹലോ മച്ചാന്മാരെ, കൊച്ചൂസ് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ്. മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അടിപൊളിയൊരു ഫിഷിങ്ങിന് പോവാണ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ മുക്കത്താണ് കേസ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ മാഷേട്ടനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഒരു മീനെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ, ആറിൻ്റെ നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് വന്ന് വഴിക്ക് നല്ല നീലവാഹയൊക്കെ കണ്ടുണ്ടേ. കിട്ടില്ലെന്ന് അറിയത്തില്ല, കിട്ടിയ കുഴപ്പനായിരിക്കും. ഇപ്പോൾ നമ്മൾ വേണ്ട ആ ഒരു സ്പോട്ടിൽ നമ്മൾ വേണ്ട കേട്ടോ, നോക്കാം. ഓക്കെ, എന്നാ ഞാൻ മാറ്റം കുഴപ്പമില്ല. നിങ്ങൾ അപ്പുറത്തോട്ട് പോവാണേ. അവിടെ ചെന്നിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള സീസണൊക്കെ വെള്ളത്തിലാണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വെച്ചവരെ നമ്മൾ ആ പടം കണ്ട് വാഹ കണ്ടേ. പക്ഷെ നമ്മൾ കാസ്റ്റ് നോക്കി അമ്മമാരെ കിട്ടിയില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ വന്നാലേ അടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാഹയ്ക്കൊന്നുമല്ല നമ്മൾ കറക്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് വെച്ചാൽ കരിമീൻ അങ്ങനെയുള്ള പൊടിമീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. എന്നാൽ സ്റ്റിക്കറിയിൽ മാത്രമല്ല, നമ്മൾ ഏറിയുകൊണ്ട് ഇടുന്നുണ്ട്, അല്ലാതെ കഴിച്ചുകൊണ്ട് അല്ലാത്ത കഴിച്ചുകൊണ്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഇവിടുന്ന് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാവേ. നമ്മുടെ സ്പോട്ട് നമ്മളിവിടെയാണ് മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത കളം കേട്ടോ. അപ്പോൾ അറിയാലോ കേസ്, നമ്മളിവിടെ നിന്നാണ് അന്ന് മീനെ പിടിച്ചേ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വല്ലതും കിട്ടിയാൽ കിട്ടി. അപ്പോൾ നമ്മൾ നേരെ കൈ ചൂണ്ടയ്ക്കും പിന്നെ ഏറി ചൂണ്ടയ്ക്കുള്ള പരിപാടി ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ നേരെ പോകേണ്ടി ഇപ്പോൾ കൈ ചൂണ്ട ഇടാൻ വേണ്ടി പോകണേ. അപ്പം നമ്മൾ അതിൻ്റെ വേണ്ടി എടുത്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു അടിയായിട്ടുള്ളൊരു എന്താ ഈറക്കമ്പ് കേട്ടോ. ഈറയുടെ ചെറിയ കമ്പ് നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇവിടെ കരിമീനെ പിടിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി വന്നിട്ടു. അപ്പോൾ നമ്മൾ നേരെ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളത് മാത്രമല്ല, വേറെ കുറേ സെറ്റപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ട വെച്ചുകൊണ്ട് കാണിച്ചു തരാമേ. അപ്പം നമ്മൾ എടുത്തേക്കുന്ന ചൂണ്ടയൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ചൂണ്ടാണ് ഗീസ്. ഇതാണെങ്കിൽ നമുക്ക് ഏറ് ചൂണ്ടയ്ക്ക് വേണ്ടിയുള്ളതാണേ. അപ്പം കുഞ്ഞ് ചൂണ്ടയാണ്, അതാണ് നമ്മുടെ മാഷയുടെ കെട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നിന്ന് എടുക്കും, അതിനകത്ത് നിന്ന് എടുക്കും. ഇതിനകത്ത് ഇതല്ല, മൂന്നാ സാധനം എടുക്കും. അതും വെള്ളം വേണ്ടാണോ? ഇത് ചെരുപ്പിൻ്റെ സാധനമുണ്ട്. ഇത് മുങ്ങി കിടക്കും. ഇതും ഈ സാധനമാണ് നമ്മളെ വെള്ളത്തിന് വേണ്ട പൊങ്ങി കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കാമല്ലോ ഗീസ്. അപ്പം നമ്മൾ ഇതിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ കരിമീനെ പിടിക്കാനുള്ളൊരു തീറ്റി വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ അത് ഇച്ചിരി വ്യത്യാസമുള്ളൊരു സാധനം കേട്ടോ, വെറൈറ്റി സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയത്തില്ല. മീനെ കിട്ടിക്കഴിയുവാണെങ്കിൽ പറയാം ഇതിൻ്റെ കൂട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ വെറൈറ്റി കൂട്ട് കേട്ടോ. അപ്പം വേറെ ആരും ചെയ്യാത്തൊരു വെറൈറ്റി സംഭവമാണ്. അപ്പം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. അപ്പം നമ്മൾ തീറ്റി ഇടാൻ വേണ്ടി പോണേ. വാഹയാണോ മച്ചമാരെ? ഈ ഭാഗത്ത് കണ്ടൊക്കെ വാഹ വന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ആയിരിക്കും. നമുക്ക് അവിടെയും കൂടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. പക്ഷെ നമുക്ക് അടിച്ച് കയറ്റുന്ന വെടി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ ക്യാമറയുടെ ഒരു സംഭവം ഇച്ചിരി പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും പിടിച്ച് കയറ്റി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പം ഇതിനകത്ത് വല്ല അടിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. മീൻ അടിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തന്നെ തുടങ്ങാം. കാരണം അത്രയല്ലാണ് ഇടുന്നേ. അപ്പം നമ്മൾ നേരെ കഴിച്ചുകൊണ്ടിടാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പൊടിമീനെ പിടിക്കും. അത് വേറെ കാര്യം. നമ്മൾ വാഹയെ പിടിക്കാനൊക്കെ നല്ല ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ കരിമീൻ്റെ ആറ്റിവിറ്റിയൊക്കെ ഉണ്ടെന്ന് കുറേ മച്ചാന്മാർ നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ അറിവിൽ നമ്മൾ വന്നേക്കുന്നത്. നമ്മളിവിടെ വാഹയും ചെറുമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നേ. നമുക്ക് ചെറുമീനെ ഇവിടെ നിന്നാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഇന്നിവിടെ കരിമീനെ പിടിക്കാൻ നോക്കാൻ വേണ്ടി പോട്ടോ. ഇനി കരിമീനാണോ സിലോപ്പിയാണോ എന്താണെന്ന് അറിയത്തില്ല. ஆனால் സൂക്ഷിച്ച് പോണേ. അപ്പം ഇച്ചിരി വെയിൽ തന്നിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ഇടമാരൊക്കെ കളം പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവർക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാവേ. കിട്ടിയേട്ടാ
അപ്പോൾ വന്നേ ഉള്ളൂ വന്നേ ഉള്ളൂ. ചാനലുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മൾ പോയ സ്പോട്ടിൽ കണ്ടി ചേട്ടന്മാർ ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് അതിടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ സ്പോട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഉണ്ടാക്കാനൊന്നുമില്ല, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ സ്പോട്ടുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങോട്ട് പോകാം. ഓക്കെ, പിന്നെ നമ്മളൊരു പൊടിമീനയിലും അടിച്ചു വരും. അത് വേറെ കാര്യം. അപ്പോൾ കുറേ മച്ചാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ മീനെ പിടിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ മീനെ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാരൊക്കെ കയറി കാണുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോട്ടെ. ഇത്തിരി കാടാണ്, അടിപൊളി കാടാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോൻ. വീഴൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പുതിയ സ്പോട്ടിൽ വന്നു ഗൈസ്. എനിക്ക് സൈറ്റ് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ വന്നേക്കുന്ന സൈറ്റ് കേട്ടോ. നല്ല കിണ്ണങ്കാച്ചി സൈറ്റ്. ഇവിടുന്ന് നല്ല മീൻകെല്ലാം കിട്ടിയ കൊള്ളായിരുന്നു. നമ്മൾ ഇവിടേക്കാണ് എല്ലാം എറിയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചമ്മരെ നമ്മളുടെ ആ ഒരു ഭാഗത്ത് ഏറിയുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നോക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഇറക്കമ്പലാണ് വെച്ചേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം മീൻ കിട്ടുമല്ലോ. അതൊരു മണി ഇരിപ്പുണ്ട്, അതുകൊണ്ട് എടുത്ത് വെച്ചേക്കണം. അത് മണി ഇരിക്കണം, ആ മണി എടുത്ത് സെറ്റ് ചെയ്യും. കണ്ടേ ഈ പച്ചമണി എടുത്ത് അതെടുത്ത് എൻ്റെ മണ്ടലോട്ട് കയറ്റി സെറ്റ് ചെയ്തില്ല. മീൻ അടിച്ചു കഴിഞ്ഞാൽ കിടി 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 നലിക്കുമല്ലോ. അതിന് തുമ്പത്തിട്ടാൽ മതിയാണോ? ഓക്കെ, നമ്മൾ മണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. എൻ്റെ കേസ് ഇപ്പോൾ ഇവിടെ ഒരു വാഹ വന്ന് പൊങ്ങിയേ. നമ്മൾ വാഹയ്ക്കും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിമീനെ പിടിക്കുന്നുണ്ട്, ഏറിയോണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടും. നമ്മളിവിടെ വന്നിട്ടോ ആ പടം ഒരൊറ്റ ചെറുമീനെ നമ്മൾ അടിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും തുര ഇനി മീൻ പിടുത്തിലോട്ട് കിടക്കണം. മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ വീഡിയോ എടുത്തോട്ട് ഇനി ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി മീനെ കിട്ടിയിട്ട് ഇനി ബാക്കി പരിപാടി കാണിക്കത്തുള്ളൂ. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. മച്ചന്മാരെ സ്റ്റിക്കർ എറിഞ്ഞ് കുഴപ്പമിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ മാഷണ്ണ അവിടെ സ്റ്റിക്കർ കേട്ടോ. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യിക്കണം. ഇതായിട്ട് മീനൊന്നും അടിക്കുന്നില്ല, പൊടിമീൻ പോലും അടിക്കുന്നില്ല ഗൈസ്. എന്തൊരു ഗതി എന്ന് അനുസരിച്ച് എന്നും പോലെ ഇന്നും ഷോകാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെന്തായാലും പരിപാടി ഇപ്പം നിർത്തത്തില്ല. നമ്മളിപ്പോൾ എന്താ അങ്ങ് ഉണ്ട് ആ ഒരു സ്പോട്ടിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നോക്കുന്നുണ്ടേ. നമ്മൾ ഉണ്ട് അങ്ങ് അറ്റത്ത് വരെ പോയായിരുന്നു. ഇതങ്ങ് പൗതി വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്നത്. അവിടെ നിന്ന് മീൻ്റെ ആക്ടിവിറ്റി ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത്, അത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് മീൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. മീൻ പൊങ്ങി വരുന്ന ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഏറെടുക്കുന്ന ജസ്റ്റ് കാണിച്ചു തരാം. ഏതാനും നിമിഷത്തിനുള്ളിൽ ഇതുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ മീൻ പൊങ്ങുന്ന കാണിച്ചു തരാവേ. നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ കോളടിക്കും ഗീസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ തടി കിടക്കുന്നുണ്ട് ഗീസ്. ആ ഒരു കുറ്റിയിട്ട് അവിടെ നിന്ന് പൊങ്ങി കേട്ടോ. അതിൻ്റെ ഓളം ഇവിടെ ഒരു അടിച്ചാൽ കണ്ട് അവിടെ നിന്ന് പൊങ്ങി. ടൈറ്റ് ഉണ്ടോ?
ടൈറ്റ് ഉണ്ടോ? കൊച്ചുകമ്പോ? ആ എവിടോ? അപ്പത്തോ ഗീസ്. അപ്പം നമ്മുടെ ഈ ഒരു കമ്പ് കേട്ടോ പിടിച്ച് വലിച്ചതേ. പക്ഷെ മീനുണ്ടോന്ന് അറിയത്തില്ല, ചെറിയൊരു വലി വലിച്ചെന്നാ പറഞ്ഞ്. എടുക്കണോ? അല്ലേ എടുത്തത് അവിടെ എന്താ കമ്പിനോടെ അവിടെ എറിഞ്ഞാൽ പോകാൻ ചാൻസ് കുറവാണ്. കമ്പ് കിടക്കുന്നിടത്ത് പാടാം. മച്ചാന്മാരെ ഇപ്പം മീൻ തണ്ടി ഇവിടെ പൊങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇടാൻ പറ്റത്തില്ല, ഫുള്ള് കമ്പൊക്കെ ആണ്ട് വെറുതെ നമ്മുടെ ലൂറും ഫ്രോ ഒക്കെ പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ എറിയുകൊണ്ടായിട്ട് ഇട്ടതിനകത്ത് ഒരു വലി വലിച്ചു. പക്ഷേ വലിച്ചത് മാത്രമേ ഉള്ളൂ, പക്ഷെ മീൻ കറക്റ്റ് അടിക്കില്ല കേട്ടോ. നമ്മൾ വീണ്ടും താപ്പോട്ട് തന്നെ പോകും കേട്ടോ. എൻ്റെ മോനെ വിഷയം കഴിച്ച് നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കിടിലൻ കൂരിയെ കിട്ടിയേ. നമ്മൾ ഓർത്ത് ഗൈസ് ചൂണ്ടെന്ന് മിസ്സായി പോയെന്നേ. നമ്മളിപ്പോൾ അപ്പുറത്തോട്ട് കളത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചുമ്മാ ഇട്ടോ. ഹെവി സാധനേ, കൊള്ളാം ഗൈസ്, കിടിലൻ കൂരി കുഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ പിടിച്ചെന്ന് പറഞ്ഞാൽ അവൾ പിടിച്ചിരിക്കും. കുറേ വച്ചമാർ പറഞ്ഞിട്ട് ഗൈസ് അവൾ മീൻ പിടുത്തത്തിൽ വളരെ മോശമാണ്. പക്ഷേ അവൾ കിട്ടും ഗൈസ്, നല്ല പെട്ടെന്ന് ഒരു കൂരിയെ പിടിച്ചിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഒന്നുകൂടി ഇട്ട് നോക്കാവേ. നമ്മുടെ ഒരു ചൂണ്ട പൊട്ടി പോയിട്ടോ. അപ്പം നമ്മൾ അടുത്ത ചൂണ്ട ഇടാൻ വേണ്ടി പോകണേ. കിട്ടുന്നൊക്കെ കാണിച്ചു തരാം. തീപിടിയാണ്, തീപിടി വെച്ചാൽ അങ്ങൊരുക്ക്. എന്ന് വെച്ചാൽ ഇവിടെ ഓളടിക്കുന്നുണ്ടോ, അവിടെയാണ് ഇപ്പം മീൻ പൊങ്ങി കേട്ടോ. അടുത്തടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പൊങ്ങും. നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റും കൂടെ ചെയ്ത് നോക്കാവേ. നമ്മൾ തീറ്റയായിട്ട് യൂസ് ചെയ്യുന്ന കോഴിക്കോടല്ലോ. അതങ്ങോട്ട് എടുക്കുക. കോർത്ത് അങ്ങ് സെറ്റാക്കുക. എടുത്ത് ആറ്റിലോട്ട് വലിച്ചെറിഞ്ഞാൽ മാത്രം മതി. സാധനം ഉണ്ടോ അടിച്ചിരിക്കും. അങ്ങനെ നമുക്ക് അടിയായിട്ടുള്ള ഒരു മഞ്ഞക്കൂരി കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ മീനെ പിടിക്കുന്നുള്ളത്. അതിനുവേണ്ടി നമ്മളൊരു കിടായിട്ടുള്ള ഒരു മഞ്ഞക്കൂരിയാണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറെ ചൂണ്ടലാണ് നമുക്ക് മഞ്ഞക്കൂരിയെ കിട്ടിയത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ എറിഞ്ഞ് നോക്കി, നമ്മൾ വായ്ക്ക് വേണ്ടി കുറേ സ്റ്റിക്കൊക്കെ എറിഞ്ഞു. പക്ഷേ നമുക്ക് ഗൈസ് വാഹയോ അങ്ങനെ വേറെ മീനൊന്നും കിട്ടില്ല, ഒറ്റ മഞ്ഞക്കൂരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വെച്ചാൽ ഗൈസ് നമ്മൾ 4 പേരോട് കൂടി നമ്മൾ ഇനി ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ചൂണ്ടക്കടയിൽ പോയിട്ട് അടിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അടിയായിട്ടുള്ള ഒരു ഫിഷിങ് നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലെന്താണെങ്കിൽ നമുക്ക് മീനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കിട ഒരു ഫിഷിംഗ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.